അഹവ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൊറിയറായിട്ട് നമ്മൾ ഓൺലൈനിൽ മേടിക്കുന്ന റോസകൾ എങ്ങനെയാണ് നടണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതൊരു ഗ്രീൻ കളറ് റോസയാണ്, ബഡാണ്. ഇത് കാണാൻ പറ്റുന്നത് ബഡാണ്. അപ്പോൾ ഒത്തിരി എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ഈ ഓൺലൈനിൽ മേടിക്കുന്ന ചെടികൾ എങ്ങനെയാണ് നടന്നതെന്നൊന്ന് വീഡിയോ ചെയ്യാമോന്ന്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ബഡ് റോസയാണ്, ഗ്രീൻ കളറ് ബഡ് റോസ. നിങ്ങൾക്ക് പൂവെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ട ഗ്രീൻ കളറാണ്. അധികം പേർക്ക് അറിയില്ലെങ്കിലും കുറേ പേരൊക്കെ വീട്ടിൽ ഈ ഗ്രീൻ കളർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ മേടിക്കുന്ന റോസകൾ നടണേ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നത്. ഇത് ഒന്നല്ലെങ്കിൽ ടിഷ്യൂവിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പറിലെല്ലാം പൊതിഞ്ഞായിരിക്കും നിങ്ങൾക്ക് റോസ നിങ്ങൾക്ക് ഓൺലൈനിൽ വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ വളരെ സൂക്ഷിച്ച് അൺബോക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ റോസ ഇങ്ങനെ പുറത്തോട്ടെടുക്കുക. വളരെ സാവധാനത്തിൽ പതുക്കെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. കാരണം നമ്മൾ ഈ ഓൺലൈനിൽ മേടിക്കുന്ന റോസകൾ ഇപ്പം തിങ്കളാഴ്ച ആണെങ്കിൽ തിങ്കളാഴ്ച വരെ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് ചൊവ്വാഴ്ച ആയിരിക്കും ഇത് നിങ്ങളുടെ വീടുകളിൽ എത്തുന്നത്. അപ്പം ഒരു ദിവസം ഫുള്ള് ഇതിന് എയർ സർക്കുലേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഇതിൻ്റെ വേരിൽ നിന്ന് മണ്ണിൽ നിന്ന് ഫുള്ളായിട്ട് അടർത്തി ഇതിനെ വേറൊരു അറ്റ്മോസ്ഫിയറിൽ നമ്മളിതിനാക്കിയാണ് നമ്മളിതിനെ അയക്കുന്നത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ നോർമൽ റോസയുടെ ഒരു ലെവലിലേക്ക് ഇതിനെ പെട്ടെന്ന് കൊണ്ടുവരാൻ നോക്കിയാൽ നടക്കത്തില്ല. കാരണം നമ്മൾ എവിടെയെങ്കിലും ടൂറൊക്കെ പോയിട്ട് വന്നാലും നമുക്ക് വളരെ ഇപ്പോൾ ഛർദി എല്ലാം പിടിച്ചു വരുന്ന ആൾക്കാരാണെങ്കിൽ വളരെ ക്ഷീണിച്ചായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി നോർമൽ കണ്ടീഷനായിട്ട് ആവാനായിട്ട് എൻവയോൺമെൻറ്റിലോട്ട് വരാൻ സമയം എടുക്കുന്നത് പോലെ തന്നെ ഈ റോസകൾക്കായാലും നമ്മൾ ഓൺലൈനിൽ മേടിക്കുന്ന എല്ലാ ചെടികൾക്കായാലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുങ്ങളും ഉണ്ട്. അപ്പം ഈ നിങ്ങൾക്ക് കാണാൻ പറ്റും ചില റോസകൾ ഇതുപോലെ വളരെ ഹെൽത്തി ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, പ്രശ്നമില്ല. പക്ഷേ ഓരോ റോസയുടെ ഘടന വെച്ചിട്ട് അതിന് നമ്മുടെ വീട്ടിലോട്ട് കൊറിയറായിട്ട് അയച്ചു വരുമ്പോൾ ഇത് വ്യത്യാസമുണ്ടോ? അതിന് ഉദാഹരണം ഒരെണ്ണം കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോ, ഈ റോസ ഒരു ഇച്ചിരി മഞ്ഞ കളർ കലര് കണ്ടോ, ഇച്ചിരി ഒരു തളർച്ച എല്ലാം ഉണ്ട്. അപ്പം ഓരോ റോസയും ഇതിൻ്റെയും ഘടന അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന റോസ ഇല നന്നായിട്ട് മഞ്ഞച്ച് അല്ലെങ്കിൽ തളർന്നായിരിക്കുന്നെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, അത് വളരെ നോർമലാണ്. ആ ഇലയെല്ലാം മഞ്ഞച്ചിരിക്കുന്ന ഇലകൾ, അതുപോലെ തന്നെ തണ്ടിൽ ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ ചില റോസയുടെ പൂ പോയിട്ടുണ്ടാകുമ്പോൾ ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് കളർ ഉണ്ടാവും, അത് ഒരു ഇലയുടെ താഴെ വെച്ച് നിങ്ങളത് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം മാത്രം നിങ്ങൾ നടാൻ. കാരണം റോസ് നമ്മൾ കമ്പ് വെച്ചാണ് നമ്മൾ കിളിപ്പിക്കുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഇതിൻ്റെ ഇലകൾ ഫുൾ നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാലും അല്ലെങ്കിൽ പൂക്കൾ മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞാലും ഈ റോസ നല്ല സൂപ്പറായിട്ട് പിടിക്കും. അപ്പോൾ മഞ്ഞ ഇലയുണ്ടെങ്കിലോ തളർച്ച ഉണ്ടെങ്കിലോ നിങ്ങൾ പേടിക്കേണ്ട, അത് വളരെ നോർമലാണ്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ പൂക്കൾ മൊത്തം കട്ട് ചെയ്ത് കളയുക. ഇലകളും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നടുവാണെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അവർ ഇങ്ങനെ ഇച്ചിരി മഞ്ഞ കളറുള്ളത് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. ഈ കട്ട് ചെയ്ത് കളയുന്നവർക്കൊട്ട് വിഷമമൊന്നും കരുതണ്ട, കാരണം ഇത് എന്തായാലും പിടിക്കും ഫുള്ളിപ്പം. ഇതിന് വലിയ പ്രശ്നമില്ലാത്തൊരു റോസയാണ്. ഇത് മഞ്ഞ കളറുണ്ടല്ലോ, പൂവെല്ലാം മാടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ സാധാ മണ്ണ്, നോർമൽ മണ്ണ്, ഈ മണ്ണിൽ നമ്മൾ ആദ്യമേ ചാണകമോ ചകിരിച്ചോറോ അങ്ങനെ ഒരു സാധനം ഇട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. നല്ല ഡ്രെയിനേജ് ഉണ്ടാവണം, വെള്ളം നന്നായിട്ട് ഒഴുകി പോകാൻ പാകത്തിന് വേണം നമ്മൾ പോട്ടിംഗ് മിക്സ് എടുക്കാനായിട്ട്. ഇതിന് താഴെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ വീട്ടിലെ സവാളയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം തൊലി നിങ്ങൾ പച്ചക്കിടരുത്, ഒന്ന് ഉണക്കിയിട്ട് ആ ഡ്രെയിനേജിലിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കീടങ്ങൾക്കും പ്രാണികൾക്കെല്ലാം ഈ സവാളയുടെയും വെളുത്തുള്ളിയുടെ മണമൊന്നും അത്രയ്ക്കും പിടിക്കത്തില്ല. പച്ചയല്ല, ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പച്ച ഇട്ടാൽ കുഴപ്പമെന്ന് പറഞ്ഞത് അഴുകാൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഉണക്കിയിട്ടിരുന്നായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ കല്ലോ അല്ലെങ്കിൽ ഓട്ടിൻ്റെ കഷ്ണമോ വെച്ചിട്ട് ആ ഡ്രെയിനേജ് ഒന്ന് വെള്ളം പോകാൻ പാകത്തിനാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിനെ ഈ മണ്ണിലോട്ട് ഇറക്കി കൊടുത്ത് ഇതിനെ നട്ടു കൊടുക്കുക. അതിലിട്ട് നമ്മൾ സാധാ മണ്ണ് നമ്മളിട്ട് കൊടുക്കുക. സാധാ മണ്ണിട്ട് കൊടുക്കുക.
ഇനി നിങ്ങൾ ബഡാണ് നടുന്നത്, ഓൺ റൂട്ട് ആണെങ്കിൽ ഇതിന് ഇച്ചോടെ മേളിൽ മണ്ണിട്ടാലും പ്രശ്നമില്ല. എന്നാൽ നിങ്ങൾ ബഡാണ് നടുന്നതെങ്കിൽ ഈ ബഡ് ഉണ്ടല്ലോ, ഈ ബഡിൻ്റെ കണക്ഷൻ വരുന്നത് അത് മണ്ണിൻ്റെ അടിയിൽ പോകാൻ പാടില്ല. അങ്ങനെ മണ്ണിൻ്റെ അടിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ റോസ ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ബഡ് മുകളിൽ നിൽക്കാൻ പാകത്തിനാണ് നിങ്ങൾ എപ്പോഴും നടാൻ. എന്നിട്ട് ഇതൊരു ഷെയ്ഡിൽ വെക്കുക. ഒരു 2-3 ദിവസം ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളാതെ രാവിലത്തെ വെയിലൊക്കെ കൊള്ളാൻ പാകത്തിന് ഉള്ളൊരു സ്ഥലത്ത് നിങ്ങൾ ഷെയ്ഡിൽ വെച്ചതിന് ശേഷം നിങ്ങൾ മഴയോ വെയിലോ ഉള്ള ഒരു സ്ഥലത്തോട്ട് മാറ്റിയാലും കുഴപ്പമില്ല. കാരണം റോസ നല്ല മഴയും വെയിലും ഒന്നും കൊണ്ടാൽ ഒരു പ്രശ്നമില്ലാത്തതാണ്. പിന്നെ 15 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെങ്കിലും വളം കൊടുക്കാൻ. ചാണകമാണെങ്കിലും നിങ്ങൾ ഓർഗാനിക് ആണെങ്കിലും കെമിക്കലാണെങ്കിലും എന്ത് വളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും ഒരു 15 ദിവസത്തിന് ശേഷം നിങ്ങൾ ഇതിന് വളം കൊടുത്താൽ. എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ചെടികൾക്ക് നിങ്ങൾ അപ്പോൾ തന്നെ ഒരു വളവും കൊടുക്കേണ്ട, 15 ദിവസത്തിന് ശേഷം മാത്രം കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെയാണ് ഇത് നടുന്നത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.